ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി കാരമൽ പുഡിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് 2 സ്ലൈസ് ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണ്. സൈഡൊന്നും കട്ട് ചെയ്യാതെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 3 മുട്ട ചേർത്ത് കൊടുക്കാം. 2 സ്ലൈസ് ബ്രെഡിന് 3 മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് പാല്. ഞാനിവിടെ ഏകദേശം 1/4 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഓരോരുടെ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഒരു പാനിലോട്ടേക്ക് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കാരമൽ ചെയ്തെടുക്കുകയാണ്. കൂടുതൽ ബ്രൗൺ കളറാകാൻ വേണ്ടി വെക്കരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. ഒരു മീഡിയം കളറിൽ അത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതൽ കാരമൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയിൽ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു 2 പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്, സ്റ്റീലിൻ്റെ. പിന്നെ നിങ്ങൾ ഈ ഒരു ബ്രൗൺ കളറായിക്കഴിഞ്ഞാൽ കൂടുതൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റണം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ 2 ബൗളിലോട്ടേക്ക് കാരമൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ പാലും മിക്സ് ഉണ്ടല്ലോ അത് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു ബൗളിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കട്ടിയിൽ ചെയ്തെടുത്താൽ മതി. അഥവാ നേരിയ രീതിയിലാണ് വേണ്ടതെങ്കിൽ ഇതുപോലെ 2 പാത്രത്തിൽ വെച്ച് ചെയ്താൽ മതിയേ. പിന്നെ ഞാനിവിടെ ഇതുപോലെ ആവിയിലാണ് വെച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ആവിയിൽ 2 പാത്രത്തിലാണ് ചെയ്തെടുക്കുന്നത്. ആദ്യം ഒരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ രണ്ടാമത്തെ പാത്രം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ 2 പാത്രത്തിൽ ഇവിടെ കാരമൽ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. ചൂടാറിയ ശേഷം മാത്രം മാറ്റാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. പിന്നെയാണ് കുറച്ച് കട്ടിയായിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പ്ലേറ്റിലോട്ടേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി വിട്ടു പോകരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. ഓളെന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പം ഞാനിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.